എല്ലാവർക്കും വൈക്കേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗ്ലാസ് ബിൽഡിങ്ങിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ഹറാത്ത് വ്യൂ പോയിൻ്റ് കാണാനാണ്. അല്ലുലയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശമാണ് ഹറാത്ത്. ഹറാത്ത് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ അല്ലുല സിറ്റി കംപ്ലീറ്റ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ ഹറാത്ത് വ്യൂ പോയിൻറ്റിനെ കുറിച്ച് തിരക്കിയപ്പോൾ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന് അറിഞ്ഞത്. നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ അത് തന്നെയാണ് കാണിക്കുന്നത്, ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത്. എന്തായാലും നമ്മൾ പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്താണെന്നുള്ളത് അറിയത്തില്ല. അവിടെ ചെന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയാവൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ നമുക്ക് ഹറാത്ത് വ്യൂ പോയിന്റിലേക്കുള്ള വഴിയിൽ കുറേ റോഡുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് വഴിയാണ് എന്തായാലും പോകുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇരുമ്പ് നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള പാറകൾ വന്ന് വണ്ടിയിലും റോഡിലും വീഴാതിരിക്കാനായിട്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും മുകളിൽ നിന്ന് പാറ വീണ് റോഡിൽ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ആ മലയെല്ലാം കയറി മുകളിലെത്തി. ഈ കാണുന്നതാണ് ഹറാത്ത് വ്യൂ പോയിന്റിൻ്റെ എൻട്രൻസ്. അങ്ങ് അവിടെ ആ കാണുന്നതാണ് ഹറാത്ത് വ്യൂ പോയിന്റ്. ആ വ്യൂ പോയിന്റിൽ പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലുല കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ വ്യൂ പോയിന്റിൻ്റെ പ്രത്യേകത. ശരിക്കും രാത്രിയിൽ ഇവിടെ നിന്ന് അല്ലുലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. പക്ഷെ നമുക്ക് രാത്രി വരെ ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പകൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ തന്നെ തിരിച്ചു പോകും. ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണിത്. സമ്മർ സീസൺ തുടങ്ങിയത് കൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റ് അടച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹറാത്ത് വ്യൂ പോയിൻ്റ് ക്ലോസ്ഡ് എന്ന് ഗൂഗിളിൽ കാണിക്കുന്നത്. സെപ്റ്റംബർ മുതൽ ഏകദേശം മാർച്ച് വരെ അല്ലുലയിൽ സീസണാണ്. ആ സമയത്ത് നിറയെ സഞ്ചാരികളും എല്ലാമായിട്ട് അല്ലുല വളരെ തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ ഇവിടെ സഞ്ചാരികളുടെ തിരക്ക് വളരെ കുറവാണ്. നമ്മളെന്തായാലും കേട്ടറിഞ്ഞ കാര്യങ്ങൾ തെറ്റായിരുന്നില്ല. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലുല നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. നമ്മൾ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് താഴേക്ക് വരുന്നിടത്ത് റോഡിൻ്റെ സൈഡിൽ ഒരു പരന്ന പ്രദേശത്ത് കുറേ ഭരണികൾ, അത്യാവശ്യം വലിപ്പമുള്ള ഭരണികൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. ചിലതിനൊക്കെ അടപ്പുണ്ട്, ചിലതിനൊന്നും അടപ്പില്ല. തുറന്ന കുറേ ഭരണികളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് നേരെ താഴേക്ക് വന്നു. അങ്ങ് ദൂരെ ആ കാണുന്ന വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ആ റോഡിലൂടെയാണ് നമുക്കിനി താഴേക്ക് പോകേണ്ടത്. അതും കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണ്. വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾക്ക് ശേഷം നമ്മൾ നേരെ പോയത് അല്ലുലയിൽ തന്നെ വളരെ പ്രശസ്തമായ ഓൾഡ് ടൗൺ കാണാനായിട്ടായിരുന്നു. അവിടെ നിന്നുള്ള കാഴ്ചകൾ നമ്മളെ ഒട്ടും നിരാശപ്പെടുത്തുന്നതായിരുന്നില്ല. അത്രയ്ക്കും മനോഹരമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. ഈ കാണുന്നതാണ് അല്ലുലയുടെ ഓൾഡ് ടൗൺ. ഒരു കാലത്ത് നിരവധി ആളുകൾ താമസിക്കുകയും അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു ചെറു പട്ടണമായിരുന്നു ഇത്. ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകളെല്ലാം പുതിയ പട്ടണത്തിലേക്ക് താമസം മാറുകയും ഇതിനെ ഒരു പൈതൃക സ്മാരകമായിട്ട് ഗവൺമെൻറ് സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നു. ഈ കാണുന്നതാണ് അല്ലുലയുടെ പുതിയ പട്ടണം. ഇതുപോലെ തന്നെ ഒരു ഭാഗം അപ്പുറത്തുണ്ട്. ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു റോഡാണ് നടുക്കൂടെ പോകുന്നത്. ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പഴയ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. ചെങ്കൽ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രണ്ട് ചെറിയ ഗ്രാമങ്ങൾ. ആ ഗ്രാമത്തിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടുവിലൂടെ ഒരു റോഡും ഒരു പഴയ പട്ടണവും. അതാണ് അല്ലുല. ഈ സ്ഥലം കാണുന്നത് പോലെ തന്നെ മനോഹരമാണ്. ഇവിടെയുള്ള ആളുകളും വളരെ ശാന്തരും
സ്നേഹമുള്ളവരുമായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. ഈ ഈന്തപ്പഴത്തോട്ടങ്ങളാണ് ഈ കാണുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്കിതുപോലെ ഈന്തപ്പഴത്തോട്ടങ്ങൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരുടെ ഒരു മെയിൻ വരുമാന മാർഗം ഈ ഈന്തപ്പഴമാണെന്ന് തോന്നുന്നു. നമ്മൾ വണ്ടിയെല്ലാം ഇന്നലെ പാർക്ക് ചെയ്തെടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഓൾഡ് ടൗണിലേക്ക് വന്നത് നടന്നാണ്. ഓൾഡ് ടൗണിൻ്റെ ഒരു എൻട്രൻസ് ആണിത്. നമുക്ക് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് നമ്മളുടെ വണ്ടി കൊണ്ടുപോകാനായിട്ട് പെർമിഷൻ ഇല്ല. ഒന്നുകിൽ നമുക്കിവിടെ ഈ കാണുന്ന സൈക്കിള് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് അതിൽ പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വണ്ടിയിൽ നമ്മളെ ഉള്ളിൽ കൊണ്ടാക്കും. അവിടെ നമുക്ക് നടന്ന് കാഴ്ചകൾ കാണാം. അങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ തന്നെ കുറേ വിൻറ്റേജ് കാറുകൾ ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നു. നല്ല മനോഹരങ്ങളായ കാറുകൾ, നല്ല പുതിയതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് തൊട്ടടുത്ത് കണ്ടൊരു വഴിയിലൂടെ ഓൾഡ് ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറി. ശരിക്കും ഇതല്ല ഇങ്ങോട്ടേക്കുള്ള കറക്റ്റ് എൻട്രൻസ്, അത് അപ്പുറത്തൂടെ വേറെ ഉണ്ട്. നമ്മൾ അതുവഴിയല്ല, നമ്മളൊരു ഷോർട്ട് കട്ട് കയറി പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മെയിൻ്റനൻസ് നടക്കുന്നൊരു ഭാഗമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് പ്രവേശനമില്ലെന്ന് തോന്നുന്ന കാര്യം, അങ്ങനെ ഒരു ബോർഡൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും നമ്മൾ ഇതിനകത്തൂടെയാണ് കയറി പോകുന്നത്. ഓൾഡ് ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ശരിക്കും ഇടുങ്ങിയ വഴികളാണ് എല്ലായിടത്തും. ഒരാൾ നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചരിഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അത്രയും ഇടുങ്ങിയ വഴികളാണ് ഇതിൻ്റെ ഉള്ളിലൂടെയുള്ളതെല്ലാം. ഈ ഇരുവശത്തും കാണുന്ന വാതിലുകൾ പണ്ട് ഓരോരോ വീടുകളും ഓരോരോ കടമുറികളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ആയിരുന്നു. അത്രയ്ക്കും ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരു ജനസമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ മുന്നിലേക്ക് നടക്കുമ്പോൾ നമുക്ക് മുകളിൽ ഇതിൻ്റെ മേൽക്കൂരയിൽ പണ്ട് ഇവിടെ താമസിച്ചിരുന്നവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും മറ്റുമൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദൂരം അതിൻ്റെ ഉള്ളിലൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ഓപ്പൺ സ്പേസിലെത്തി. ഇതാണ് ഈ ടൗണിൻ്റെ നടുഭാഗം, അതായത് ഒരു മീറ്റിംഗ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ, പണ്ടുള്ള നഗരങ്ങളിലൊക്കെ കണ്ടിരുന്ന പോലെ ഒരു നടുഭാഗമാണിത്. എല്ലാ വഴികളും ഇവിടേക്കാണ് വന്നു ചേരുന്നത്. ഈ കാണുന്നത് അല്ലുലയുടെ ഓൾഡ് ടൗണിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ മുകളിലേക്ക് കയറുന്ന പടവുകളാണ്. നമ്മൾ ആ കോട്ടയുടെ പടവുകൾ കയറി മുകളിലേക്കെത്തി. അവിടെ രണ്ട് സൗദി പയ്യന്മാരെ കണ്ടു. Thank you. Welcome to Saudi Arabia. Thank you sir. شدر فايدة. قطب فلوس قطب ما في يطلع. ഈ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാലും അല്ലുലയുടെ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഓൾഡ് ടൗണിൻ്റെ നടുക്കാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ രണ്ട് വശത്തുമായിട്ടാണ് പുതിയതും പഴയതുമായിട്ടുള്ള രണ്ട് പട്ടണങ്ങളും സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഓൾഡ് ടൗണിൻ്റെ കാഴ്ച ഒരു കാലത്ത് ഇവിടെ താമസിച്ചിരുന്ന ഒരു വലിയ ജനതയുടെ കഷ്ടപ്പാടിൻ്റെയും
സഹനത്തിൻ്റെയും കഥ പറയുമ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന പുതിയ പട്ടണം പുതിയ തലമുറയുടെ നേട്ടത്തിൻ്റെയും വിജയത്തിൻ്റെയും കഥ പറയുന്നു. കോട്ടയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഓൾഡ് ടൗണിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്ന് ഇവിടം കാണുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചുകൂടെ ഡെവലപ്ഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം കുറച്ചുകൂടെ റെനോവേഷനൊക്കെ നടത്തി ഒരു യൂറോപ്യൻ കൺട്രിയുടെ തെരുവുകളിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ റോഡിൻ്റെ ഇരുവശത്തും ഉള്ളത് റെസ്റ്റോറൻറ്റുകളാണ്. ഇത് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് സ്ട്രീറ്റാണ്. 6:30 കഴിയുമ്പോഴത്തേക്ക് ഈ റെസ്റ്റോറൻറ്റുകളെല്ലാം ഓപ്പൺ ആകും. അല്ലുലയിലെ തെരുവുകളിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ശരിക്കും സൗദിയിൽ തന്നെയാണോ ഉള്ളത് അതോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിൻ്റെ തെരുവുകളിലൂടെയാണോ നടക്കുന്നതെന്ന്. അത്രയധികം മാറ്റങ്ങളാണ് സൗദി ഗവൺമെൻറ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മൾ നടക്കുന്ന ഈ റോഡിൻ്റെ ഒരു വശത്ത് ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള റെസ്റ്റോറൻറ്റുകളും മറ്റേ അറ്റത്ത് അറബിക് സ്റ്റൈലിലുള്ള റെസ്റ്റോറൻറ്റുകളും സ്ഥാപനങ്ങളുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഇലക്ട്രിക് ബസ്സിലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തേക്ക് നമ്മൾ പോകുന്നത്. ഇതിലുള്ള യാത്ര തികച്ചും ഫ്രീ ആണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് നിന്നും ഓൾഡ് ടൗണിൻ്റെ ഉള്ളിലേക്ക് വരുന്നതും പോകുന്നതും ഈ ഇലക്ട്രിക് ബസ്സിലാണ്. ഇത് പൂർണ്ണമായും സൗജന്യമാണ്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് വന്നത് നടന്നാണ്. എന്തായാലും അങ്ങോട്ട് പോകുന്നത് ബസ്സിനാണ്. ഓൾഡ് ടൗണിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിനി തിരിച്ച് നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി അല്ലുലയിലെ മറ്റ് കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.